ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ലീപ് ടൈൽസ്. ഒരു രാജ്യത്തെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി അതിനെ നശിപ്പിക്കാനും കഴിവുള്ള ഒരാളായാൽ എന്ത് സംഭവിക്കും? ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് ഒരു ബില്യൺ കളക്ഷൻസ് കിട്ടിയ ഒരു അടിപൊളി മൂവിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, ദ വേൾഡ് ഫേമസ് മൂവി ഫ്രോസൺ 1. ആരൻഡൽ രാജ്യം തണുത്ത നക്ഷത്രങ്ങളാൽ മൂടിയ രാത്രിയിൽ ഉറങ്ങിക്കിടന്നു. അവിടെ മഞ്ഞുമലകളിൽ മനുഷ്യർ ഐസ് വെട്ടിയെടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഇടയിൽ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു, ക്രിസ്റ്റോഫും അവന്റെ കൂട്ടുകാരൻ റെയിൻഡിയർ സ്വെന്നും. മുതിർന്നവരെ പോലെ ഐസ് വെട്ടാൻ അവരും ശ്രമിച്ചു. അവർക്കറിയില്ലായിരുന്നു ഭാവിയിൽ അവരെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന്. പിന്നെ ആരൻഡൽ രാജ്യത്തിലെ രാജകുമാരികളായ ആനയെയും എൽസയുമാണ് കാണിക്കുന്നത്. ഒരു രാത്രി ആന എൽസയെ കളിക്കാൻ വിളിക്കുന്നു. അവൾക്കപ്പോൾ എൽസയോടൊപ്പം കളിക്കാൻ പൂർത്തിയാക്കുന്നു. എൽസയ്ക്ക് ഒരു മായാജാല കഴിവുണ്ട്. അവൾക്ക് കൈകൊണ്ട് ഐസ് ഉണ്ടാക്കാനും അത് കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട്. ആന വിളിച്ചപ്പോൾ എൽസ അവളുടെ കൂടെ കളിക്കാൻ ചെല്ലുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടു കൂടി സ്നോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഓടിച്ചാടി കളിക്കുകയാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആന മഞ്ഞുകൂട്ടത്തിന്റെ മേലെ നിന്നും കാൽ വഴുത്തി താഴെ വീഴുന്നത്. അവളെ രക്ഷിക്കാൻ വേണ്ടി എൽസ കൈയുയർത്തിയപ്പോൾ അവളുടെ പവർ ആനയുടെ തലയിൽ വന്നടിക്കുന്നു. അപ്പോൾ തന്നെ ആനയുടെ മയങ്ങി വീഴുന്നു. അപ്പോൾ തന്നെ അവളുടെ അച്ഛനും അമ്മയും അവിടെ എത്തുകയും അവരെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. എൽസ ഒരുപാട് പേടിച്ചതുകൊണ്ട് തന്നെ അവർ പോകുന്ന വഴി മൊത്തം ഐസായി മാറുകയാണ്. അതുകൊണ്ട് ക്രിസ്റ്റോഫും സെന്നും അവരുടെ പിറകെ പോകുന്നു. അവരെ പേരൻസ് അവരെ നേരെ കൊണ്ടുപോയത് ട്രോൾസിന്റെ അടുത്തേക്കാണ്. ട്രോൾസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന മാന്ത്രിക ശക്തിയുള്ള കല്ല് പോലെയുള്ള ജീവികളാണ്. അവർക്ക് സുഖപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. മാത്രമല്ല അവർ വളരെ കരുണയും ദയവും ഉള്ളവരാണ്. അവരവിടെ ചെന്ന് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്രോൾസ് എല്ലാം അവരുടെ ചുറ്റും കൂടുന്നു. അവരുടെ ചീഫ് പാബിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നു. പാബി അദ്ദേഹത്തിന്റെ ഹീറോ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ തലയിൽ നിന്നും ഐസ് റിമൂവ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ എൽസിയുടെ മാന്ത്രിക ശക്തിയുടെ ഓർമ്മകളും അദ്ദേഹം നീക്കം ചെയ്യുന്നു. ഇത് ഹെഡിലായത് നിങ്ങളുടെ ഭാഗ്യം, ഹൃദയത്തിലാണെങ്കിൽ ഹീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അദ്ദേഹം അവരുടെ പാരൻസിനോട് പറയുകയാണ്. മാത്രമല്ല എൽസയുടെ മാന്ത്രിക ശക്തി ഇനി മുതൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് പല അപകടങ്ങളും വരുത്തിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ അത് ഒരുപാട് ആപത്തായി മാറുമെന്നും പാബി അവരോട് പറയുകയാണ്. അത് കേട്ടവർ ഒരുപാട് പേടിച്ച് പുറലോകവുമായുള്ള ബന്ധമെല്ലാം കുറച്ച് എൽസയെ ഒരു മുറിയിൽ തനിച്ചാക്കി. പിന്നെയുള്ള ഓരോ വിന്ററിലും ആന വന്ന് എൽസയെ കളിക്കാൻ വിളിക്കും. പക്ഷെ പേടിച്ചിട്ട് അവൾ പോവില്ല. അവൾ അവളുടെ പവർ പരമാവധി ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ വളരും തോറും അവളുടെ പവർ അവൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ ഒരു ദിവസം രാജാവും രാജ്ഞിയും കൂടെ ഒരു കടൽയാത്രക്ക് പോയി. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു കൊടുങ്കാറ്റിൽ അവരുടെ കപ്പൽ മുങ്ങി അവർ രണ്ടുപേരും മരണപ്പെട്ടു. അതിനുശേഷം ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് ആന എൽസയുടെ അടുത്ത് പോയി. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇനിയെങ്കിലും നീ പുറത്തു പോയോ എന്ന് പറഞ്ഞ് കരയുന്നു. എന്നിട്ടും എൽസ പുറത്തേക്ക് വന്നില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. അന്ന് ആരൻഡൽ നാട്ടിലെ കോർഡിനേഷൻ ഡേ ആയിരുന്നു. അതായത് ആരൻഡൽ നാട്ടിലെ ക്യൂവിനായിട്ട് എൽസ അധികാരമെടുക്കുന്ന ദിവസം. കോർഡിനേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ആ നാടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. അവിടേക്ക് പല ഭാഗത്തു നിന്നും ആളുകൾ എത്താൻ തുടങ്ങുന്നു. കൊട്ടാരത്തിലാണെങ്കിൽ ആന നന്നായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കോർഡിനേഷൻ ഡേ ആണ്, പെട്ടെന്ന് റെഡി ആവണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് അവൾ റെഡി ആകാൻ വേണ്ടി ഓടുന്നു. ഇന്ന് കോർഡിനേഷൻ ഡേ ആണ്, ഒറ്റക്കാല ദിവസങ്ങളൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് അവൾ പാട്ട് പാടിക്കൊണ്ട് അവിടേക്ക് ചുറ്റി കറങ്ങി നടക്കുകയാണ്. അവൾ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. വേറെ സൈഡിലാണെങ്കിൽ എൽസ അവളുടെ പവർ ആരും അറിയരുതെന്ന് കരുതി ഒരുപാട് പാടുപെടുന്നു. അങ്ങനെ കൊട്ടാരത്തിലെ ചടങ്ങുകളെല്ലാം തുടങ്ങി. എൽസ പേടിച്ച് ആ ചടങ്ങുകളെല്ലാം എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്തു. ആരൻഡൽ നാട്ടിലെ ക്വീനായിട്ട് എൽസയും പ്രിൻസസായിട്ട് ആനയെയും പരിചയപ്പെടുത്തി. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആനയും എൽസയും കാണുന്നത്. അതിന്റെ സന്തോഷത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. വേറൊരു രാജാവ് വന്ന് എൽസയെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു. എന്നാൽ എനിക്കതൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ആനയെ പറഞ്ഞു വിടുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആന എൽസയെ അടുത്ത് ഒരുപാട് ക്ലോസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എൽസ അവളെ ഒതുക്കി. അതുകണ്ട് വളരെ സങ്കടപ്പെട്ട് ആന പുറത്തേക്ക് പോകാൻ വന്നപ്പോൾ ഹാൻസ് എന്ന രാജകുമാരനെ പിന്നെയും കണ്ടുമുട്ടി. അങ്ങനെ വീണ്ടും ആന പഴയതുപോലെ സന്തോഷിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരുപാട് ക്ലോസ് ആയി. പിന്നീട് ഹാൻസ് ആനയെ പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ തന്നെ ആനയും ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. എൽസയുടെ അടുത്ത് ഹാൻസിനെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഇഷ്ടത്തിലാണെന്നും ഞങ്ങളുടെ കല്യാണം നീയാണ് നടത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് എൽസയ്ക്കൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു. ആന കല്യാണം ഇങ്ങനെ നടത്തണം അങ്ങനെ നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൽസയ്ക്കൊന്നും മനസ്സിലാവാതെ ആനയുടെ അടുത്ത് നമുക്ക് തനിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും തനിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നും ഇവിടെ വെച്ച് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ആന ഹാൻസിനോടൊപ്പം ചേർന്ന് നിന്നു. നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് കുറച്ചു നേരം മാത്രമേ ആയുള്ളൂ. രണ്ടുപേർക്കും ട്രൂ ലവ് എന്താണെന്ന് പോലും അറിയില്ല. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എൽസ തിരിഞ്ഞു നടന്നു. അത് കേട്ട് എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. നീ എന്നോട് കല്യാണത്തിന് സമ്മതമാണെന്നല്ല ചോദിച്ചത്, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് എൽസ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നപ്പോൾ ആന അറിയാതെ എൽസയുടെ ഗ്ലൗസ് ഊരി. എന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് തിരിച്ച് എൽസയും ദേഷ്യപ്പെട്ടു. അപ്പോൾ അവളുടെ പവർ അറിയാതെ യൂസായി. കാരണം നേരത്തെ ആന ദേഷ്യപ്പെട്ടപ്പോൾ എൽസയുടെ കയ്യിലെ ഗ്ലൗസ് ഊരിയിരുന്നല്ലോ. അത് കണ്ട് അവിടെയുള്ളവരെല്ലാം പേടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവിടെ നിന്ന് മൂടിപ്പോയി.
എൽസ ഒരുപാട് പേടിച്ചതുകൊണ്ട് തന്നെ അവിടെ ആകെ മഞ്ഞ് വീഴാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള നദി മുഴുവനും ഐസായി മാറുകയാണ്. ചിലർ ആനയെ കണ്ട് പേടിച്ച് നീ മോൺസ്റ്റർ ആണെന്ന് ചോദിച്ചപ്പോൾ എൽസ മോൺസ്റ്റർ ഒന്നുമല്ല, അവൾ പേടിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇതിനെല്ലാം ഞാനാണ് കാരണം, ഞാനാണ് അവളെ ദേഷ്യപ്പെടുത്തിയത്, അത് കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തും, ഞാൻ തന്നെ ഇതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ആരൻഡേലിന്റെ അധികാരം ഹാൻസിനെ ഏൽപ്പിച്ചിട്ട് എൽസയെ കണ്ടുപിടിക്കാനായി ആൻ അവിടെ നിന്ന് പോയി. വേറൊരു സൈഡിലാണെങ്കിൽ എൽസ ഒരു വലിയ മഞ്ഞുമലയുടെ മുകളിൽ ചെന്ന് അവിടെ വെച്ച് തന്റെ പവർ യാതൊരു പേടിയും കൂടാതെ ഉപയോഗിച്ച് ഒരു കാസ്റ്റൽ നിർമ്മിച്ചു. മറ്റൊരു സൈഡിൽ ആനയാണെങ്കിൽ എൽസ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഒരു വലിയ ശബ്ദം കേൾക്കുകയും അവളുടെ കുതിര ഓടിപ്പോവുകയും അവൾ തനിച്ചാവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൾ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ചെറിയ കഫേ കണ്ടെത്തുകയാണ്. അവിടെ വെച്ചാണ് ആന ആദ്യമായിട്ട് ക്രിസ്റ്റോഫിനെ കാണുന്നത്. ക്രിസ്റ്റോഫ് വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങൾക്കെല്ലാം പൈസ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ ക്രിസ്റ്റോഫിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ക്രിസ്റ്റോഫ് വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ആനെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നെ ആ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ക്രിസ്റ്റോഫിനോട് പറഞ്ഞു. ആദ്യം അവൻ സമ്മതിച്ചില്ലെങ്കിലും അവസാനം അവൻ ഓക്കെ പറഞ്ഞു. പോകുന്ന വഴിയിൽ ആൻ അവിടെ സംഭവിച്ചതെല്ലാം ക്രിസ്റ്റോഫിനോട് പറഞ്ഞു. അത്രയും കേട്ടിട്ട് ക്രിസ്റ്റോഫ് ചോദിച്ചത് മൊത്തം ഹാൻസിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസം കണ്ട ആളെ എങ്ങനെ കല്യാണം കഴിക്കാമെന്നൊക്കെയായിരുന്നു അവൻ ചോദിച്ചത്. പ്രതീക്ഷിക്കാതെ അവരുടെ ആ കാട്ടിന്റെ പുറകെ കുറെ ചെന്നായ്ക്കൾ ഓടിക്കാൻ തുടങ്ങി. അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെങ്കിലും അവരുടെ കാട് മൊത്തം കത്തിപ്പോയി. അങ്ങനെ അതിനുവേണ്ടി ആന സോറി ചോദിച്ച് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നടന്നപ്പോൾ വേണ്ട ഞാനും വരാം എന്ന് പറഞ്ഞ് ക്രിസ്റ്റോഫ് ഒപ്പം പോയി. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓലഫ് എന്ന് പറയുന്ന ഒരു മഞ്ഞു മനുഷ്യനെ കണ്ടു. ആനയ്ക്ക് ഓലഫിനെ കണ്ടപ്പോൾ തന്നെ എൽസ ഉണ്ടാക്കിയതായിരിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ എൽസയെ കണ്ടുപിടിക്കാൻ ഓലഫിന്റെ അടുത്ത് സഹായം ചോദിച്ചു. അങ്ങനെ ഓലഫും ആനയും ക്രിസ്റ്റോഫും അവന്റെ റെയിൻഡിയർ സ്വനും എൽസയുള്ള കാസ്റ്റലിന്റെ മുമ്പിലെത്തി. അവിടുന്ന് അവരെല്ലാം പുറത്താക്കി ആന മാത്രം എൽസയെ കാണാൻ ഉള്ളിലേക്ക് കയറി. അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഓളഫ് അകത്തേക്ക് കയറി വന്നത്. അത് കണ്ട് പണ്ട് കുട്ടിക്കാലത്ത് നടന്നതെല്ലാം എൽസയ്ക്ക് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ അവൾ ആനയോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അറിയാതെ ആനയുടെ ഹൃദയത്തിൽ എൽസയുടെ പവർ വന്നടിച്ചു. എന്നിട്ടും ആന പുറത്തേക്ക് പോകാതെ വന്നപ്പോൾ എൽസ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു ഐസ് മോൺസ്റ്ററിനെ ഉണ്ടാക്കി. അങ്ങനെ ആ ഐസ് മോൺസ്റ്റർ അവരെല്ലാവരെയും പുറത്തേക്ക് എറിഞ്ഞു. എൽസയുടെ പവർ കാരണം അഫക്റ്റായ ആനയെ എടുത്തുകൊണ്ട് ക്രിസ്റ്റോഫ് ട്രോൾസിന്റെ അടുത്തേക്ക് പോയി. ക്രിസ്റ്റോഫ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് കാരണം അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി അവരുടെ കല്യാണം നടത്താൻ വരെ ട്രോൾസ് എല്ലാം കൂടി നോക്കി. പെട്ടെന്ന് ആന ഒരുപാട് വീക്കായി വീണുപോയി. അപ്പോൾ തന്നെ ട്രോൾസിന്റെ ചീഫ് അവിടെ വന്ന് ഒരു ടൂളവ് കൊണ്ട് മാത്രമേ ആനയെ രക്ഷിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ ക്രിസ്റ്റോഫ് ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ആനയെ അവിടെ നിന്ന് കൊണ്ടുപോയി. മറ്റൊരു സൈഡിൽ ഹാൻസും കൂട്ടരും ആനയെ തേടി കാസ്റ്റലിന്റെ അടുത്ത് വരെ എത്തി. അവിടെ എൽസയെ കണ്ടു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചു നേരം ഫൈറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഹാൻസും എൽസയും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. അവിടുത്തെ കുറെ നേരത്തെ പോരാട്ടത്തിന് ശേഷം എൽസയുടെ ബോധം പോവുകയും അങ്ങനെ കണ്ണു തുറന്നപ്പോൾ എൽസ ആരൻഡേൽ നാട്ടിലെ ജയിലിലായിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റോഫ് ആനയും കൊണ്ട് കൊട്ടാരത്തിന്റെ അടുത്തെത്തി. ആനയെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാക്കിയിട്ട് ക്രിസ്റ്റോഫ് അവിടെ നിന്നും പോയി. ആന ഹാൻസിനെ കണ്ടപ്പോൾ തന്നെ നടന്നതെല്ലാം പറഞ്ഞ് തന്നെ കിസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഹാൻസ് കിസ് ചെയ്യാൻ അടുത്തുവരെ വന്നിട്ട് പെട്ടെന്ന് മാറിപ്പോയി. അപ്പോഴാണ് ഹാൻസ് തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. ഞാൻ എൻ്റെ രാജ്യത്തെ 7ാമത്തെ രാജകുമാരനാണെന്നും അതുകൊണ്ട് എനിക്ക് അവിടുത്തെ രാജാവാകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ച് ഇവിടുത്തെ രാജാവാകാം എന്ന് കരുതിയത്, അല്ലാതെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ആ നേരം ഓളഫ് എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അങ്ങനെ അവിടെ നടന്നതെല്ലാം ആന ഓളഫിനോട് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ട്രൂ ലവ് എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നും എനിക്കത് അറിയത്തില്ല എന്നും പറഞ്ഞു. ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ആവശ്യം തൻ്റെ ആവശ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനുവേണ്ടി പ്രയത്നിക്കലാണെന്നും ക്രിസ്റ്റോഫ് നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സ്നേഹത്തെ പോലെയാണെന്നും ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ആനയ്ക്ക് മനസ്സിലായത് ക്രിസ്റ്റോഫിന് തന്നെ ഇഷ്ടമാണെന്ന്. അപ്പോഴേക്കും ഹാൻസ് ആന മരിച്ചെന്നും പറഞ്ഞ് നാട്ടിലെ അധികാരം ഏറ്റെടുത്തു. എൽസിയാണ് അതിന് കാരണമെന്നും പറഞ്ഞു. അങ്ങനെ എൽസയെ കൊല്ലാൻ ആളുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. ആരൻഡേലിൽ എന്തോ തെറ്റായി നടക്കുന്നുവെന്ന് കരുതി ക്രിസ്റ്റോഫ് വേഗം അവിടെ പോയി. ക്രിസ്റ്റോഫ് വരുന്നത് കണ്ട് ആനയും ഓളഫും ക്രിസ്റ്റോഫിനെ തേടി പുറത്തേക്ക് പോയി. പിന്നെ ഹാൻസ് എൽസയെ കണ്ട് ആന മരിച്ചെന്നും അതിന് നീയാണ് കാരണമെന്ന് പറഞ്ഞു. അത് കേട്ട് എൽസയ്ക്ക് ഒരുപാട് വിഷമമായി അവിടെ വീണുപോയി. അപ്പോഴേക്കും ക്രിസ്റ്റോഫും ആനയും അവിടെ എത്തി.
എൽസയെ കൊല്ലാൻ വേണ്ടി ഹാൻസ് വാളെടുക്കുകയാണ്. അത് കണ്ട് ആന ഓടിച്ചെന്നത് തടയുന്നു. പെട്ടെന്ന് ആന ഒരു ഐസ് പ്രതിമയായി മാറി. ആന സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു ത്യാഗം ചെയ്തു. അതാണ് ട്രൂ ലവ്. അപ്പോഴാണ് എൽസയ്ക്ക് മനസ്സിലായത് ട്രൂ ലവ് ഐസ് മെൽട്ടാക്കുമെന്ന്. അങ്ങനെ പിന്നീട് എൽസ തൻ്റെ പവർ ഇഷ്ടത്തോടു കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള മഞ്ഞ് മാറ്റി അവിടെ വീണ്ടും സമ്മർ കൊണ്ടുവന്നു. സമ്മറിൽ ഓലഫ് ഉരുക്കി പോവാതിരിക്കാൻ ഒരു സ്നോ ക്ലൗഡ്സും അവൻ്റെ മേലെ വെച്ചു കൊടുത്തു. പിന്നീട് ഹാൻസിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ ക്രിസ്റ്റോഫിന് ഒരു സ്നോ കർട്ടൻ സർപ്രൈസായി കൊടുത്തു. എൽസ തന്നതാണ്, ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് ആനയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ വീണ്ടും അവിടെ മഞ്ഞ് കൊണ്ടുവന്നു. അവരെല്ലാവരും അവിടെ സന്തോഷത്തോടു കൂടി മഞ്ഞിൽ കളിച്ചുകൊണ്ടിരുന്നു. എൽസയും ആനയും പഴയതുപോലെ തന്നെ ഒരുമിച്ചു. അവർ രണ്ടുപേരും അവിടെ സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ മൂവി വളരെ മനോഹരമായി തന്നെ അവസാനിച്ചു.